തൃശൂർ ജൂബിലി ആശുപത്രിയിലെ സമരപ്രതിസന്ധി അവസാനിച്ചത് സത്യത്തിന്റെ വിജയമാണെന്ന് തൃശൂർ അതിരൂപത ആശുപത്രി സംരക്ഷണ സമിതി. സമരം അവസാനിപ്പിച്ചതിൽ സന്തുഷ്ടി രേഖപ്പെടുത്തിയ സമിതി തുടക്കം മുതൽ അതിരൂപത നേതൃത്വവും വിശ്വാസി സമൂഹവും കൈക്കൊണ്ട നിലപാടുകൾ ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടതായി പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം നൽകുന്ന ജൂബിലി ആശുപത്രിയിൽ മാത്രം സമരം നടത്തിയത് തികച്ചും അന്യായമായ നടപടിയാണെന്ന് സമിതി ചൂണ്ടിക്കാട്ടി. സമരത്തിന്റെ മറവിൽ അതിരൂപത ആസ്ഥാനം 2 തവണ ഉപരോധിച്ചതും അതിരൂപതയെയും അധ്യക്ഷനെയും അവഹേളിച്ചതുമായ നടപടികളെ സമിതി ശക്തമായി എതിർത്തിരുന്നു. നഴ്സുമാരുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിൻ്റെ പ്രഖ്യാപനം വരാനിരിക്കെ നടന്ന ഈ സമരത്തിൻ്റെ പ്രസക്തിയും ലക്ഷ്യങ്ങളും നിഗൂഢമാണെന്ന സമിതിയുടെ നിലപാട് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഉയർന്ന ശമ്പളം നൽകുന്ന ജൂബിലി ആശുപത്രിയിൽ വീണ്ടും ശമ്പള വർധനവ് ആവശ്യപ്പെട്ട UNA നേതൃത്വത്തിന് ഒടുവിൽ അന്യായമായ ആവശ്യങ്ങളിൽ നിന്ന് നിരുപാധികം പിന്മാറേണ്ടി വന്നുവെന്ന് സമിതി വിലയിരുത്തി. നിലവിലുള്ള വേതന നിരക്കുകൾ അംഗീകരിച്ച് സമരം അവസാനിപ്പിക്കേണ്ടി വന്ന UNA നേതൃത്വം ഇനിയെങ്കിലും യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്നും സമിതി ആവശ്യപ്പെട്ടു. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ആശ്രയകേന്ദ്രമായി കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുന്ന മിഷൻ ആശുപത്രിയായി ജൂബിലിയെ നിലനിർത്തുക എന്നതാണ് സംരക്ഷണ സമിതി ലക്ഷ്യം വെച്ചത്. ജൂബിലി ആശുപത്രിയെ സംരക്ഷിക്കുന്നതിനായി ഒറ്റക്കെട്ടായി നിലകൊണ്ട തൃശൂർ അതിരൂപത നേതൃത്വത്തെയും വൈദിക സന്യസ്ത അൽമായ സമൂഹത്തെയും സമിതി അഭിനന്ദിച്ചു. അതിരൂപതയുടെയും വിശ്വാസ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും നേരെയുള്ള കടന്നുകയറ്റങ്ങളെ ചെറുത്തു തോൽപ്പിച്ച പോരാട്ടങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ജൂബിലിയുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളെന്നും ആശുപത്രി സംരക്ഷണ സമിതി ഓർമ്മിപ്പിച്ചു.